ഹായ്. ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ PSCയുടെ മുൻകാല ഡ്രൈവർ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ക്ലച്ച്, അല്ലെങ്കിൽ ക്ലച്ചിൻ്റെ ധർമ്മം എന്നാൽ എന്ത്, ക്ലച്ച് ബിറ്റിംഗ് പോയിന്റ് എന്നാൽ എന്താണ്, ക്ലച്ച് റൈഡിംഗ് എന്നാൽ എന്താണ്, ക്ലച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ക്ലച്ചിൻ്റെ പ്രവർത്തന തത്വം എന്താണ്, ക്ലച്ച് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്താണ് എന്ന് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ക്ലച്ചിൻ്റെ ഭാഗത്തു നിന്നും മുൻകാല പരീക്ഷകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലച്ചിനെ പറ്റിയിട്ടാണ്. ഞാൻ വിനീത്. എല്ലാവർക്കും ഇ ലേണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 അനുസരിച്ച് റൂൾ നമ്പർ 31A ഡ്രൈവിംഗ് തിയറിയെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അതിൽ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഫുഡ് കൺട്രോളുകളെ പറ്റിയിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. 2 ഫുഡ് കൺട്രോളുകൾ നമ്മൾ പറഞ്ഞിരുന്നു, ആക്സിലറേറ്റർ, ബ്രേക്ക്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൂന്നാമത്തെ ഫുഡ് കൺട്രോളിനെ പറ്റിയിട്ടാണ്. മൂന്നാമത്തെ ഫുഡ് കൺട്രോൾ ഏതാണ്? അതെ, തീർച്ചയായിട്ടും നമ്മുടെ ക്ലച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വാഹനം ഓടിക്കുന്ന എല്ലാവർക്കും ക്ലച്ചിനെ പറ്റിയിട്ട് അറിയാം. പക്ഷെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ്. നമ്മുടെ പരീക്ഷയ്ക്ക് എന്തൊക്കെ, ഡ്രൈവറുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ ക്ലച്ചുമായിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ക്ലച്ചുമായിട്ട് ചേർന്നിട്ടുള്ളത്, ക്ലച്ചിൻ്റെ പ്രവർത്തനം എന്താണ് എന്ന് തുടങ്ങി PSC പരീക്ഷകൾക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നോക്കുക, ക്ലച്ച് പെഡൽ നോക്കിക്കേ. എൻജിൻ്റെയും ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനും മധ്യേ ഘടിപ്പിച്ചിരിക്കുന്ന സംവിധാനമാണ് ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് തന്നെ ഒരു ചോദ്യമാണ്, ക്ലച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അപ്പോൾ PSC പരീക്ഷകൾ മുൻപും ചോദിച്ചിട്ടുണ്ട്, എവിടെയാണ് ക്ലച്ച് സ്ഥിതി ചെയ്യുന്നതെന്ന്. നോക്കി, എവിടെയാണ്? എൻജിനും ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ക്ലച്ച്. ക്ലച്ച് ഘടിപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? എൻജിനും ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനും, അല്ലെങ്കിൽ എൻജിനും ഗിയർ ബോക്സിനും ഇടയിലായിട്ടാണ് ക്ലച്ച് ഘടിപ്പിച്ചിരിക്കുന്നത്. എൻജിനും ഗിയർ ബോക്സിനും ഇടയിലായിട്ട്, എൻജിനും ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനും ഇടയിലായിട്ടാണ് ക്ലച്ച് ഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഓർത്തു വെക്കുക. അടുത്ത് നോക്കിക്കേ, എൻജിനിൽ നിന്നുള്ള പവറിനെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്ക് അഥവാ ഗിയർ ബോക്സിലേക്ക് കടത്തിവിടുന്നത് ക്ലച്ചിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്. അപ്പോൾ എൻജിനിൽ നിന്നുള്ള പവറിനെ ഞാൻ പറഞ്ഞു. എന്താണ് എൻജിനിൽ നിന്നുള്ള പവർ? അതെ, എൻജിനാണ് വാഹനം മുന്നോട്ട് നീങ്ങുന്നതിനാവശ്യമായിട്ടുള്ള പവർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു വാഹനത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് എൻജിനാണ്. അപ്പോൾ എൻജിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഈ റൊട്ടേഷണൽ മോഷനെ ഗിയർ ബോക്സിലേക്ക് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്ക് കടത്തിവിടുന്നത് ക്ലച്ചിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്. നോക്കിക്കേ, ഇത് എൻജിനാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇത് ഞാൻ ക്ലച്ചായിട്ട് വരയ്ക്കുന്നു. ഇത് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഗിയർ ബോക്സ് ആണെന്ന് നിങ്ങൾ തൽക്കാലം സങ്കല്പിച്ചു കൊള്ളുക. അപ്പോൾ ഈ എൻജിൻ എന്ത് ചെയ്യുന്നു? ഇത് എൻജിൻ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി E, ഇത് ക്ലച്ച് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി C, ഇത് ഗിയർ ബോക്സ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി G. എൻജിൻ ഇവിടുന്ന് ഒരു റൊട്ടേഷണൽ പവർ ഉൽപ്പാദിപ്പിക്കും. എൻജിൻ ഉൽപ്പാദിപ്പിക്കുന്ന പവർ, ഈ പവറിനെ ഇവിടെ നിന്ന് ഗിയർ ബോക്സിലേക്ക് എത്തുന്നത് ഏതുവഴിയാണ്? ക്ലച്ച് വഴിയാണ്. ഈ ക്ലച്ചിനെ നിയന്ത്രിക്കുന്നത് എന്താണ്? അതെ, ഡ്രൈവർ ക്ലച്ച് പെഡൽ അമർത്തുകയും ക്ലച്ച് പെഡൽ നിന്ന് റിലീസ് ചെയ്യുകയും, കാല് റിലീസ് ചെയ്യുകയും ചെയ്യുന്നത് വഴിയാണ് ക്ലച്ചിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. എൻജിനിൽ നിന്നുള്ള പവറിനെ ഗിയർ ബോക്സിലേക്ക് കടത്തിവിടുന്നത് ആരുടെ സഹായത്തോടു കൂടിയിട്ടാണ്? ക്ലച്ചിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്. ക്ലച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എൻജിനും ഗിയർ ബോക്സിനും മധ്യേ, അല്ലെങ്കിൽ എൻജിനും ട്രാൻസ്മിഷൻ ലൈനിനും മധ്യേ സ്ഥിതി ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ക്ലച്ച്. മനസ്സിലായോ? അടുത്തതിലേക്ക് പോവാം. ഇവിടെ ക്ലച്ചിൻ്റെ പ്രവർത്തനം വിശദീകരിക്കുന്ന ഒരു ചെറിയൊരു അനിമേഷൻ വീഡിയോ ആണ്. ഇതൊന്ന് കണ്ടിട്ട് നമുക്ക് ക്ലച്ചിൻ്റെ പ്രവർത്തനത്തെ പറ്റി കൂടുതലായിട്ട് പറയുകയും പഠിക്കുകയും ചെയ്യാം. നോക്കിക്കേ, ഈ കാണുന്നത് വാഹനത്തിൻ്റെ എൻജിനാണ്. ഇത് നോക്കിക്കേ, വാഹനത്തിൻ്റെ എൻജിനാണ് നിങ്ങൾ ഈ കാണുന്നത്. എങ്ങനെയെന്ന് വായിച്ചു കളയരുത്. എൻജിൻ, വാഹനത്തിൻ്റെ എൻജിനാണ് ആ കാണുന്നത്. ഈ ഭാഗമുണ്ടല്ലോ, ഇത് വാഹനത്തിൻ്റെ ഫ്ലൈ വീലാണ്. ഈ കാണുന്ന ഇത്രയും ഭാഗം, ഇത് ഫ്ലൈ വീല് ആണ്, വാഹനത്തിൻ്റെ ഫ്ലൈ വീൽ. ഈ ഫ്ലൈ വീൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, വാഹനത്തിൻ്റെ എൻജിൻ ഉൽപ്പാദിപ്പിക്കുന്ന പവറിനെ ആവശ്യാനുസരണം ശേഖരിച്ചു വെക്കുകയും റിലീസ് ചെയ്യുകയും ചെയ്യുന്നത് ഫ്ലൈ വീലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഫ്ലൈ വീലിൻ്റെ ധർമ്മമാണ് എന്ത്? എൻജിൻ്റെ പവറിനെ, ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
റൊട്ടേഷണൽ മൊമെൻറ്റം ത്രൂ ഔട്ട് എഞ്ചിൻ്റെ വർക്കിങ്ങിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലൈ വീൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്ലൈ വീലിൻ്റെ ധർമ്മമാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആ പവറിനെ ശേഖരിച്ച് വയ്ക്കുകയും ആവശ്യാനുസരണം റിലീസ് ചെയ്യുകയും ചെയ്യുന്നത് ഫ്ലൈ വീലാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ബ്രൗൺ നിറമുള്ള ഭാഗം, ബ്രൗൺ നിറമാണെന്ന് തോന്നുന്നു, ഇതിനെയാണ് നമ്മൾ ക്ലച്ച് അസംബ്ലി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലച്ച് അസംബ്ലിയാണ്. അടുത്തത് ഈ കാണുന്നത് ഞാൻ പറഞ്ഞു ഗിയർ ബോക്സ് അഥവാ ട്രാൻസ്മിഷൻ എന്ന് പറയാം. ട്രാൻസ്മിഷൻ ലൈനാണ് ആ കാണുന്നത്. ഇതെന്താണ്? ഇത് വാഹനത്തിൻ്റെ ക്ലച്ച് പെഡലാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയുന്നു, എഞ്ചിനാണ്. ഈ എഞ്ചിനാണ് എന്ത് ചെയ്യുന്നത്? വാഹനത്തിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള പവർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഫ്ലൈ വീൽ ആ ഒരു പവറിനെ ആവശ്യാനുസരണം ശേഖരിച്ചു വയ്ക്കുകയും റിലീസ് ചെയ്യുകയും ചെയ്യുന്നത് ഫ്ലൈ വീലാണ്. അത് കഴിഞ്ഞ് അതിനുശേഷം ക്ലച്ച് ഉണ്ട്, ക്ലച്ച് അസംബ്ലി ഉണ്ട്, ട്രാൻസ്മിഷൻ സിസ്റ്റം ഉണ്ട് അഥവാ ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട്, ഗിയർ ബോക്സ് ഉണ്ട്. നോക്കിക്കേ, നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ മനസ്സിലേക്ക് വരട്ടെ. ക്ലച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗിയർ ബോക്സിന്റെയും എഞ്ചിന്റെയും മധ്യത്തിലായിട്ടാണ് ക്ലച്ച് സ്ഥിതി. നോക്കിയേ, എഞ്ചിൻ ഇവിടെ ഉണ്ട്, ഗിയർ ബോക്സ് ഉണ്ട്, ക്ലച്ച്. മനസ്സിലാവുന്നുണ്ടോ? ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെയും എഞ്ചിന്റെയും മധ്യത്തിലാണ് ക്ലച്ച് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസ്മിഷൻ സിസ്റ്റം ഉണ്ട്, എഞ്ചിനുണ്ട്, ക്ലച്ച് ഉണ്ടല്ലോ. അപ്പോൾ ആ പോയിന്റ് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലൊന്ന് വരണം. ഓക്കെ, ഇവിടെ ക്ലച്ച് പെഡൽ തുടർച്ചയായിട്ട് കാലമർത്തുകയും റിലീസ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് കൂടി കണ്ടുകൊള്ളുക. സാധാരണ സാഹചര്യങ്ങളിൽ, അതായത് ക്ലച്ച് പ്ലേറ്റ് ഫ്ലൈവീലുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ ആ ഒരു എഞ്ചിന്റെ പവറിനെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്ക്, ഗിയർ ബോക്സിലേക്ക് കടത്തിവിടുന്നതായിട്ട് കാണാം. ഇപ്പോൾ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ ഒരു പവറിനെ ട്രാൻസ്മിഷൻ ലൈനിലേക്ക് കടത്തിവിടുന്നില്ല. നോക്കിയേ, വീണ്ടും കടത്തിവിട്ട് തുടങ്ങി, ക്ലച്ച് പ്ലേറ്റ് റിലീസ് ചെയ്തു, ക്ലച്ച് പെഡൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ദേ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ആദ്യമേ കാണിച്ച ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ഫ്ലൈ വീൽ എന്ന് പറയുന്നത് ഈ കാണുന്ന ഭാഗമാണ്. ദേ, അടുത്തത് ഈ കാണുന്നതാണ് നമ്മളുടെ ക്ലച്ച്. ഈ കാണുന്നതിനെ പ്രഷർ പ്ലേറ്റ് എന്ന് പറയും. ഇത് സ്പ്രിങ്ങുകളാണ്. വീണ്ടും പറയുന്നു, ഈ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. അപ്പോൾ എഞ്ചിൻ പവർ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഫ്ലൈ വീൽ എന്ത് ചെയ്യും? ഫ്ലൈ വീല് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതേ നോക്കിക്കേ, ആ ഒരു ഷാഫ്റ്റില്, ട്രാൻസ്മിഷൻ ലൈനിന്റെ ഭാഗമായിട്ടുള്ള ഈ ഷാഫ്റ്റിലേക്ക് നമ്മുടെ ക്ലച്ച് പ്ലേറ്റിനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് നോക്കുക. ക്ലച്ച് പ്ലേറ്റിന് പ്രത്യേകതയുണ്ട്. അതിൻ്റെ രണ്ട് സൈഡും ഒരു ഫ്രിക്ഷൻ മെറ്റീരിയൽ വെച്ച് കോട്ട് ചെയ്തിരിക്കും. ആ ഫ്രിക്ഷൻ മെറ്റീരിയലിൻ്റെ പേരാണ് ആസ്ബറ്റോസ് ഫൈബർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, എന്തുപയോഗിച്ചിട്ടാണ് ക്ലച്ച് നിർമ്മിച്ചിരിക്കുന്നത്, ക്ലച്ച് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ആസ്ബറ്റോസ് ഫൈബറാണ്. അപ്പോൾ നമ്മുടെ ഈ ക്ലച്ച് പ്ലേറ്റിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് ആസ്ബറ്റോസ് ഫൈബർ അഥവാ ഈ ഫ്രിക്ഷൻ മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുകയും, അതുപോലെ തന്നെ ഈ സ്പ്രിങ്ങുകൾ കണക്ട് ചെയ്തേക്കുന്നത് കണ്ടോ? ഈ സ്പ്രിങ്ങുകൾ വാഹനം പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ക്ലച്ച് പ്ലേറ്റിലൂടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന വൈബ്രേഷൻസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്പ്രിങ് കൊടുത്തിരിക്കുന്നത്. അതെ, ഈ കാണുന്നതാണ് ക്ലച്ച് പ്ലേറ്റ്. ക്ലച്ച് പ്ലേറ്റിന്റെ രണ്ട് സൈഡിലായിട്ട്, രണ്ട് വശങ്ങളിലായിട്ട്, ക്ലച്ച് പ്ലേറ്റ് ആണ് ഈ കാണുന്നത്. ഇതിന്റെ രണ്ട് വശങ്ങളിലായിട്ട് ഒരു ഫ്രിക്ഷൻ മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുണ്ട്, ആസ്ബറ്റോസ് ഫൈബർ. സാധാരണഗതിയിൽ ആസ്ബറ്റോസ് ഫൈബർ ആണ് ക്ലച്ച് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലച്ച് പ്ലേറ്റിന്റെ രണ്ട് വശങ്ങളിലായിട്ടും ഫ്രിക്ഷൻ മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലച്ച് പ്ലേറ്റ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്ന മെയിൻ ഘടകം ഇതാണ്. അതെ, സാധാരണഗതിയിൽ, അതായത് ക്ലച്ച് പെഡലിൽ നിന്നും കാല് റിലീസ് ചെയ്യുന്ന സമയത്ത് സാധാരണഗതിയിൽ എന്ത് സംഭവിക്കും? ക്ലച്ച് പ്ലേറ്റ് ആ ഫ്ലൈ വീലിനോട് ചേർന്നിരിക്കും. എഞ്ചിന്റെ ഭാഗമായിട്ടുള്ള ഫ്ലൈ വീലിനോട് ക്ലച്ച് പ്ലേറ്റ് ചേർന്നിരിക്കും. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നോക്കിക്കേ, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് പ്ലേറ്റ് ഫ്ലൈ വീലിനോട് ചേർന്നിരിക്കുകയും ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ആ മൂവ്മെന്റ്
ട്രാൻസ്മിഷൻ ലൈനിലേക്ക് കടത്തി വിടുകയും ചെയ്യുന്നു. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അതെ, നമ്മൾ വാഹനത്തില് ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ഫോഴ്സ് ഇവിടേക്ക് എത്തിച്ചേരുന്നു. അതെങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറയാം. ആ ഫോഴ്സ് ഇവിടേക്ക് എത്തിച്ചേരുമ്പോൾ ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്നത് ഫ്ലൈ വീലിൽ നിന്ന് മാറുന്നുണ്ട്. അതായത് ക്ലച്ച് പ്ലേറ്റിന്റെയും ഫ്ലൈ വീലിന്റെയും ഇടയിലായിട്ട് കൃത്യമായിട്ടൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. നോക്കിയേ, ഇതാണ് ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ ഭാഗത്തെ നമ്മൾ ഫ്ലൈ വീൽ എന്ന് പറയും. നമ്മൾ ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. അതായത് ക്ലച്ച് പെഡലിൽ കാലമർത്തുമ്പോൾ ദേ ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ? ക്ലച്ച് പ്ലേറ്റിനും ഫ്ലൈ വീലിനും ഇടയിലായിട്ട് കൃത്യമായിട്ട് ഒരു ഗ്യാപ്പ് വരും. അതായത് ക്ലച്ച് പ്ലേറ്റ് ഫ്ലൈ വീലിൽ നിന്ന് അകലും, വേർപെടും. അതോടുകൂടിയിട്ട് പവർ ട്രാൻസ്മിഷൻ നടക്കാതെ വരും. എഞ്ചിന്റെ പവർ, എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന പവർ ട്രാൻസ്മിഷൻ ലൈനിലേക്ക് എത്തിച്ചേരാതെ വരും, അഥവാ ഗിയർ ബോക്സിലേക്ക് എത്തിച്ചേരാതെ വരും. അതോടുകൂടിയിട്ട് എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കും. ഫ്ലൈ വീല്, ക്ലച്ച് ഉണ്ട്, നമ്മൾ ക്ലച്ചില് കാലമർത്തുന്നു, ക്ലച്ച് പെഡലിൽ കാലമർത്തുന്നു. ആ സമയത്ത് ക്ലച്ച് പ്ലേറ്റ് ഫ്ലൈ വീലിൽ നിന്ന് സെപ്പറേറ്റഡ് ആകുന്നു, വേർപെടുന്നു. ആ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യുന്നു. അതോടുകൂടിയിട്ട് എന്ത് സംഭവിക്കുന്നു? എഞ്ചിനിൽ നിന്നുള്ള ആ റൊട്ടേഷണൽ പവർ ട്രാൻസ്മിഷൻ ലൈനിലേക്ക് കടത്തി വിടുവാൻ പറ്റാതെ വരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? നോക്കുക, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രഷർ പ്ലേറ്റ് ആണ്. ഇതാണ് പ്രഷർ പ്ലേറ്റ്. എന്തിനാണ് പ്രഷർ പ്ലേറ്റ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലച്ച് പ്ലേറ്റിനെ ഫ്ലൈ വീലുമായിട്ട് ചേർത്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് അല്ലെങ്കിൽ സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പ്രഷർ പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രഷർ പ്ലേറ്റ് ആണ് ക്ലച്ച് പ്ലേറ്റിനെ അതിനെ യഥാസ്ഥാനത്ത് ഫ്ലൈ വീലുമായിട്ട് ചേർത്ത് വെക്കാൻ സഹായിക്കുന്നത്. നമ്മുടെ പ്രഷർ പ്ലേറ്റും ഈ സെറ്റ് ഓഫ് സ്പ്രിങ്ങുകളുമാണെന്ന് ഓർത്തു വെച്ചേക്കുക. ക്ലച്ച് പെഡലിൽ നിന്ന് നമ്മൾ കാല് റിലീസ് ചെയ്യുന്നതോട് കൂടിയിട്ട് ക്ലച്ച് പ്ലേറ്റ് ഫ്ലൈ വീലിലേക്ക് ചേർന്നിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കുന്ന സംവിധാനങ്ങളാണ് പ്രഷർ പ്ലേറ്റും ഈ സെറ്റ് ഓഫ് സ്പ്രിങ്സും. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്പ്രിങ്ങുകളും ഈ പ്രഷർ പ്ലേറ്റുകളും ക്ലച്ച് പ്ലേറ്റിനെ യഥാസ്ഥാനത്ത് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ്. ഇതാണ് ഇപ്പോൾ വന്നു ചേർന്ന ഭാഗമാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഡയഫ്രം സ്പ്രിങ് എന്ന് പറയും. ഇത് വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോളാണ് ഡയഫ്രം സ്പ്രിങ്ങിന് ക്ലച്ചിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ക്ലച്ച് അസംബ്ലിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു ക്രൂഷ്യൽ റോൾ തന്നെയുണ്ട്. കാരണം ഈ ആവശ്യമായിട്ട് റിലീസിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രഷർ അപ്ലൈ ചെയ്യുന്നത് ഡയഫ്രം സ്പ്രിങ്ങിന്റെ സഹായത്തോടു കൂടിയാണ്. സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഡയഫ്രം സ്പ്രിങ് എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പറേഷൻ എന്താണെന്ന് നോക്കിക്കേ. റിലീസ് ബിയറിംഗ് വന്നു കഴിഞ്ഞു. ഇതാണ് ക്ലച്ച് ഫോർക്ക്. നമ്മൾ ക്ലച്ച് പെഡലിൽ കാലമർത്തുന്നു. ക്ലച്ച് ഫോർക്ക് എന്ത് ചെയ്യുന്നു? ക്ലച്ച് ഫോർക്ക് ആ ഒരു മൂവ്മെന്റ്, അതിന്റെ ഒരു മൂവ്മെന്റ് നിങ്ങൾ ഒന്നുകൂടെ കണ്ടുകൊള്ളുക. ക്ലച്ച് ഫോർക്കാണിത്. ക്ലച്ച് പെഡലിൽ കാലമർത്തുന്നു, ക്ലച്ച് ഫോർക്ക് ആക്ച്വേറ്റ് ചെയ്യുന്നു, അകത്തോട്ട് തള്ളുന്നു, ഡയഫ്രം സ്പ്രിങ്ങിനെ അകത്തോട്ട് തള്ളുന്നു. റിലീസ് ബെയറിംഗിന്റെ സഹായത്തോട് കൂടിയിട്ട് ഡയഫ്രം സ്പ്രിങ്ങിനെ അകത്തോട്ട് തള്ളുന്നുണ്ട്. അതോടുകൂടി ക്ലച്ച് പ്ലേറ്റ് ഫ്ലൈ വീലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു. ദേ കണ്ടോ? കണ്ടോ? നോക്കിയേ, ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കുക. ക്ലച്ച് പെഡൽ നമ്മൾ കാലമർത്തി കഴിഞ്ഞു. ക്ലച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലച്ച് പെഡൽ കാലമർത്തുന്നു. അപ്പോൾ ക്ലച്ച് പെഡൽ കാലമർത്തുന്ന സമയത്ത് ക്ലച്ച് ഫോർക്ക് റിലീസ് ബെയറിങ്ങിനെ അകത്തോട്ട് തള്ളും. നോക്കുക, ക്ലച്ച് പെഡലിൽ കാലമർത്തുന്ന സമയത്ത് ക്ലച്ച് പെഡലിൽ കാലമർത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ക്ലച്ച് ഫോർക്ക് അകത്തോട്ട് മൂവ് ചെയ്യും. അതോടുകൂടി റിലീസ് ബെയറിംഗ് അകത്തോട്ട് മൂവ് ചെയ്യും. റിലീസ് ബെയറിംഗ് അകത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഡയഫ്രം സ്പ്രിങ്ങും അകത്തോട്ട് തള്ളും. ഈ ക്ലച്ച് പ്ലേറ്റിനെ ഫ്ലൈ വീലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യിപ്പിക്കും. ഇതാണ് നമ്മുടെ ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ഇതാണ് ക്ലച്ച് പ്ലേറ്റ്. ഇതെന്ന് പറയുന്നത് പ്രഷർ പ്ലേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ക്ലച്ച് പെഡലിൽ കാലമർത്തുന്നു. ക്ലച്ച് പെഡലിൽ കാലമർത്തുന്നതോട് കൂടിയിട്ട് റിലീസ് ബെയറിങ്ങിനെ ക്ലച്ച് ഫോർക്ക് അകത്തേക്ക് തള്ളും, ഡയഫ്രം സ്പ്രിങ്ങിനെ അകത്തേക്ക് തള്ളും. അതോടുകൂടി ക്ലച്ച് പ്ലേറ്റ് പുറത്തേക്ക് മാറും. അതായത് ഫ്ലൈ വീലിൽ നിന്നും വിട്ടുമാറുമെന്ന് സാരം. നോക്കിക്കേ, കണ്ടോ? ഈ ഒരു ഗ്യാപ്പ് കൃത്യമായിട്ട് അവിടെ ഫോം ചെയ്യുന്നത് കണ്ടോ? ക്ലച്ച് പെഡലിൽ കാലമർത്തുമ്പോൾ ഫ്ലൈ വീലിൽ നിന്നും ക്ലച്ച് പ്ലേറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നു. പക്ഷെ അതേപോലെ തന്നെ ആ സമയത്ത് പ്രഷർ പ്ലേറ്റ് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്ലച്ചിൽ നിന്ന് കാല് മാറ്റി കഴിഞ്ഞു. വീണ്ടും കാലമർത്തി കാല് മാറ്റുന്നു, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ആ ഒരു എഞ്ചിന്റെ ട്രാൻസ്മിഷനെ ഗിയർ ലൈനിലേക്ക് കടത്തി വിടുന്നുണ്ട്.
ഇതാണ് ഒരു ടോട്ടൽ ക്ലച്ച് അസംബ്ലി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണുമെന്ന് കരുതുന്നു. ഡ്രൈവർ ക്ലച്ച് പെഡൽ അമർത്തുമ്പോൾ ഫ്ലൈ വീലിൽ നിന്നും ക്ലച്ച് വേർപെടുന്നു. നമ്മൾ തൊട്ടു മുന്നേ ആ ഒരു അനിമേഷൻ വീഡിയോ കണ്ടതേ ഉള്ളൂ. അതിലെന്താ പറയുന്നത്? ക്ലച്ച് പെഡൽ കാലമർത്തുമ്പോൾ ഫ്ലൈ വീലിൽ നിന്നും ക്ലച്ച് പ്ലേറ്റ് മാറുന്നു എന്ന് നമ്മൾ കണ്ടു. ഇങ്ങനെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തെയും എൻജിനെയും തമ്മിൽ വേർപെടുത്താൻ സാധിക്കുന്നു. അപ്പോൾ ക്ലച്ച് ഇവിടെ എന്താ പ്രധാനമായിട്ടും ചെയ്യുന്നത്? ട്രാൻസ്മിഷൻ സിസ്റ്റത്തെയും എൻജിനെയും തമ്മിൽ വേർപെടുത്തുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ക്ലച്ചിന്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തെയും എൻജിനെയും തമ്മിൽ വേർപെടുത്തുക, അല്ലെങ്കിൽ ഗിയറിനെയും എൻജിനെയും തമ്മിൽ വേർപെടുത്തുക, ഗിയർ ബോക്സും എൻജിൻ തമ്മിലുള്ള ബന്ധം വിച്ഛേദിപ്പിക്കുന്നത്. ഡ്രൈവർ ക്ലച്ച് പെഡലിൽ നിന്നും കാൽ മാറ്റുമ്പോൾ സ്പ്രിങ്ങുകളുടെ സഹായത്താൽ ക്ലച്ച് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു. നമ്മൾ ആ സെറ്റ് ഓഫ് സ്പ്രിങ്ങുകൾ കണ്ടായിരുന്നു. ക്ലച്ച് പെഡലിൽ നിന്നും കാൽ മാറ്റുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ സ്പ്രിങ് വർക്ക് ആവുകയും സ്പ്രിങ്ങിന്റെ ആ സ്പ്രിങ് ഫോഴ്സ് റിലീസ് ചെയ്തിട്ട് ക്ലച്ച് പ്ലേറ്റ് ഫ്ലൈ വീലിലേക്ക് പൂർണ്ണമായിട്ടും ചേർന്നിരിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ക്ലച്ചിന്റെ സഹായത്താൽ എൻജിനിൽ നിന്നുള്ള പവർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ക്ലച്ചാണ് ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത്. എൻജിനും ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനും ഇടയിലായിട്ട് പവർ ട്രാൻസ്മിഷൻ നടത്താനുള്ള മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത് ആരാണ്? ക്ലച്ചാണെന്ന് ഓർത്തു വയ്ക്കുക. നോക്കിയാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ക്ലച്ച് സ്ഥിതി ചെയ്യുന്നത് എൻജിനും ഗിയർ ബോക്സിനും ഇടയിലായിട്ടാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. നമ്മൾ ആദ്യമേ പഠിച്ചു കഴിഞ്ഞു. ഒന്നില്ലെങ്കിൽ എൻജിനും ഗിയർ ബോക്സിനും, അല്ലെങ്കിൽ എൻജിനും ട്രാൻസ്മിഷൻ ലൈനും, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ എൻജിനും ഗിയർ ബോക്സിനും അല്ലെങ്കിൽ എൻജിനും ട്രാൻസ്മിഷൻ ലൈനിനും ഇടയിലായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ക്ലച്ച് സ്ഥിതി ചെയ്യുന്നു. ഓർത്തു വയ്ക്കുക. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഘർഷണം. ഘർഷണം എന്ന പ്രവർത്തന തത്വം, അതായത് ക്ലച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ക്ലച്ച് പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പിൾ തത്വം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് ഫ്ലൈ വീലിനും ക്ലച്ച് പ്ലേറ്റിനും ഇടയിലായിട്ടുള്ള ഘർഷണം ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ക്ലച്ച് പ്രവർത്തിക്കുന്നതെന്ന് ഓർത്തു വയ്ക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുൻകാലങ്ങളിൽ PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ക്ലച്ചിന്റെ പ്രവർത്തന തത്വം എന്താണ്? ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം. ക്ലച്ച് പെഡൽ റിലീസ് ചെയ്യുമ്പോൾ ഡയഫ്രം സ്പ്രിങ്ങിന്റെ സഹായത്തോടു കൂടി പ്രഷർ പ്ലേറ്റ് ക്ലച്ച് പ്ലേറ്റിനെ ഫ്ലൈ വീലിലേക്ക് തള്ളുന്നു. നോക്കിയേ, ക്ലച്ച് പെഡൽ റിലീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ക്ലച്ച് പെഡലിൽ നമ്മൾ കാലെടുത്ത് മാറ്റുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയഫ്രം സ്പ്രിങ്ങിന്റെ സഹായത്തോടു കൂടിയിട്ട് ഡയഫ്രം സ്പ്രിങ്ങിന്റെ സഹായത്തോടു കൂടി പ്രഷർ പ്ലേറ്റിനെ ക്ലച്ച് പ്ലേറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് തള്ളും. അതായത് ക്ലച്ച് പ്ലേറ്റിനെ പ്രഷർ പ്ലേറ്റ് ഫ്ലൈ വീലിലേക്ക് തള്ളും. അതാണ് സത്യത്തിൽ ഈ ക്ലച്ച് പെഡലിൽ നമ്മൾ കാല് മാറ്റുമ്പോൾ സംഭവിക്കുന്നത്, അഥവാ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ക്ലച്ച് പെഡലിൽ നിന്ന് കാല് മാറ്റുന്നു അല്ലെങ്കിൽ ക്ലച്ച് റിലീസ് ചെയ്യുന്നു. അപ്പോൾ പ്രഷർ പ്ലേറ്റ് എന്ത് ചെയ്യും? ക്ലച്ച് പ്ലേറ്റിനെ ഫ്ലൈ വീലിലേക്ക് തള്ളി വെക്കും. അങ്ങനെ രണ്ടും കൂടെ ചേർന്നിരുന്ന് ആ ഒരു പവർ ട്രാൻസ്മിഷൻ അവിടെ സംഭവിക്കുന്നു. അങ്ങനെ എഞ്ചിനിൽ നിന്നുള്ള റൊട്ടേഷണൽ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്ക് കടക്കുന്നു. അടുത്ത് നോക്കിയേ, ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യുമ്പോൾ ക്ലച്ച് പ്ലേറ്റ് ഫ്ലൈ വീലിൽ നിന്നും വേർപെടുകയും പവർ ട്രാൻസ്മിഷൻ നടക്കാതെ വരികയും ചെയ്യുന്നു. അപ്പോൾ ക്ലച്ച് പെഡലിൽ നമ്മൾ കാല് മാറ്റുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ക്ലച്ച് പെഡലിൽ കാല് പ്രസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഫ്ലൈ വീലിൽ നിന്നും ക്ലച്ച് പ്ലേറ്റ് വേർപെട്ട് പവർ ട്രാൻസ്മിഷൻ നടക്കാതെ, അതായത് നമ്മൾ ക്ലച്ച് പ്രവർത്തിക്കുന്നു. ക്ലച്ച് പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഫ്ലൈ വീലിൽ നിന്നും ക്ലച്ച് പ്ലേറ്റ് സെപ്പറേറ്റഡ് ആവും. ആ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും ഇതിൻ്റെ ഇടയിലായിട്ട്. അതോടുകൂടിയിട്ട് ക്ലച്ച് പ്ലേറ്റും ഫ്ലൈ വീലും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. പവർ ട്രാൻസ്മിഷൻ, എൻജിനിൽ നിന്നുള്ള പവർ ഗിയറിലേക്ക് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈനിലേക്ക് കടത്തിവിടാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. ക്ലച്ച് പെഡലിൽ കാലമർത്തിക്കൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ ഇന്ധന നഷ്ടം ഉണ്ടാകുന്നതിനും ക്ലച്ച് പ്ലേറ്റ് തേയ്മാനം ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. അപ്പോൾ നമ്മൾ ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും ചെയ്യുന്നതാണ് ക്ലച്ച് പെഡലിന് മുകളിൽ കാല് കയറ്റി വെച്ച് വണ്ടി ഓടിക്കുന്ന ഒരു പരിപാടി. അപ്പോൾ അതുവഴി സംഭവിക്കുന്ന എന്താണ്? എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന പവർ കൃത്യമായിട്ട് ട്രാൻസ്മിഷൻ ലൈനിലേക്ക് കടത്തിവിടാൻ പറ്റാതെ വരുന്നു. അതോടുകൂടിയിട്ട് ക്ലച്ച് പ്ലേറ്റ് തേയ്മാനം ഉണ്ടാവുകയും, കാരണം ക്ലച്ച് പ്ലേറ്റ് ഫ്ലൈ വീലിൽ കിടന്ന് വെറുതെ കറങ്ങുകയാണ്, കൃത്യമായിട്ടുള്ള പവർ ട്രാൻസ്മിഷൻ നടക്കാതെ വരും. ഇന്ധനം വെറുതെ കത്തിത്തീരുകയും ചെയ്യും. അപ്പോൾ ഇന്ധന നഷ്ടത്തിനും ക്ലച്ച് പ്ലേറ്റിന്റെ തേയ്മാനത്തിനും കാരണമാകും. അങ്ങനെ വാഹനം ഓടിക്കുന്നതിനെ, അതായത് ക്ലച്ച് പെഡലിൽ കാൽ കയറ്റി വെച്ച് വാഹനം ഓടിക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ക്ലച്ച് റൈഡിങ്. നോക്കിയേ, ഇത്തരത്തിൽ ക്ലച്ച് പെഡലിൽ കാൽ വെച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നതിനെ ക്ലച്ച് റൈഡിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലച്ച് പെഡലിൽ കാൽ കയറ്റി വെച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നതിനെ എന്തെന്ന് പറയുന്നു? ക്ലച്ച് റൈഡിങ് എന്ന് പറയുന്നു. അഥവാ ക്ലച്ച് റൈഡിങ് എന്നാൽ എന്ത്? ക്ലച്ച് പെഡലിൽ കാൽ കയറ്റി വെച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്? ക്ലച്ച് റൈഡിങ്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടുണ്ട്.
അടുത്ത നോക്കിയേ, ക്ലച്ച് അസംബ്ലിയുടെ ഭാഗമായ ഫ്രിക്ഷൻ പ്ലേറ്റ്. അപ്പോൾ ക്ലച്ച് പ്ലേറ്റ് അല്ലെങ്കിൽ ഈ ഫ്രിക്ഷൻ പ്ലേറ്റ് എന്ന് പറയുന്ന സംഗതി നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ എന്തുപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ചോദിച്ചാൽ ഒറ്റ ഉത്തരം ആസ്ബെറ്റോസ് ഫൈബർ. ഈ ആസ്ബെറ്റോസ് ഫൈബറിന്റെയും ഫ്ലൈ വീലിന്റെയും ഫ്രിക്ഷൻ മൂലമാണ് ക്ലച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്ലച്ചിന്റെ പ്രവർത്തന തത്വം എന്താണ്? ഘർഷണമാണ്. ക്ലച്ച് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണ്? ആസ്ബെറ്റോസ് ഫൈബർ. അല്ലെങ്കിൽ ഫ്രിക്ഷൻ പ്ലേറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണ്? ആസ്ബെറ്റോസ് ഫൈബർ. വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യുന്നത് വഴി ഗിയർ ബോക്സുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയും എഞ്ചിനിലേക്കുള്ള ലോഡ് കുറഞ്ഞ് സുഗമമായ സ്റ്റാർട്ടിങ്ങിന് സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നോക്കിയേ, നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും ക്ലച്ച് അമർത്താൻ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത്? കൂടുതലും പറയുന്നത് ഡീസൽ വാഹനങ്ങളിലൊക്കെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ചെയ്യേണ്ടുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലച്ച് പെഡൽ കാലമർത്തുമ്പോൾ എഞ്ചിനും അല്ലെങ്കിൽ ഗിയർ ബോക്സും എഞ്ചിനും അല്ലെങ്കിൽ ഫ്ലൈ വീലും ഗിയർ ബോക്സും തമ്മിലുള്ള ഒരു ബന്ധം പൂർണ്ണമായിട്ടും അവസാനിക്കും. ക്ലച്ച് പെഡൽ കാലമർത്തുന്നതോട് കൂടിയിട്ട് ഫ്രിക്ഷൻ പ്ലേറ്റ് അല്ലെങ്കിൽ ക്ലച്ച് പ്ലേറ്റ് ഫ്ലൈ വീലിൽ നിന്ന് മാറും. ഗിയർ ബോക്സും എഞ്ചിനുമായിട്ടുള്ള ബന്ധം അവസാനിക്കുന്നു. അതോട് കൂടിയിട്ട് സ്റ്റാർട്ടിംഗ് ലോഡ് കുറയുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇ-ലേൺ PSC എന്ന യൂട്യൂബ് ചാനലിലൂടെ ലഭ്യമായിരിക്കും. നിങ്ങളുടെ സംശയങ്ങൾക്കും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് നമ്മുടെ ക്ലാസിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.